നിങ്ങൾ എത്ര വിശുദ്ധരാണോ, എത്ര ഡെയിലി കമ്മ്യൂണിക്കൻ്റ് ആണെങ്കിലും കർത്താവ് കാലം മാറ്റിത്തരും. നമുക്ക് പരിചയമില്ലാത്തൊരു കാലം വരും എപ്പോഴായാലും. അതെല്ലാവരും അഭിമുഖീകരിക്കേണ്ടതാണ്. ഈ രക്ഷായാത്രയിൽ ജോസഫിനെ അറിയാത്ത അധികാരി. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 7:18. ജോസഫിനെ അറിയാത്ത ഒരു രാജാവ് അവിടെ അധികാരത്തിൽ വന്നു. കാലം മാറണം കണ്ടില്ലേ? ജോസഫ് പ്രധാനമന്ത്രിയായിരുന്നു. അവിടുത്തെ എല്ലാ സമ്പത്തിൻ്റെയും അധിപനായിരുന്നു. അയാൾക്കൊരു കുഴപ്പമില്ല. അയാൾ സഹോദരങ്ങളെല്ലാം സന്ധിച്ചു, അപ്പനെ സന്ധിച്ചു, വംശത്തെ സ്നേഹിച്ചു, മിടുക്കനായി ജീവിച്ചു. പക്ഷേ ഇത്രയും വൃത്തിമേനമായിട്ട് ജീവിച്ചെങ്കിലും ദൈവത്തിൻ്റെ കൽപ്പിതങ്ങൾ എന്താണ്? അവിടെ നിന്ന് ഓരോരുത്തർക്കും ഓരോ കാലം കൽപ്പിച്ച് നൽകുന്നു. എന്തിനാണത്? നിത്യത. എന്താണ്? ഞാൻ ഉള്ളിടത്ത് എൻ്റെ സേവകനും ഉണ്ടായിരിക്കും. യോഹന്നാൻ 12:26. എന്നെ ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. അപ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് എന്റെ ശുശ്രൂഷകനും ആയിരിക്കും. എന്നെ ശുശ്രൂഷിക്കുന്നവനെ പിതാവ് ബഹുമാനിക്കും. അപ്പൊ കേസ് കെട്ട് പിതാവിൻ്റെ അടുത്ത് എത്തി, നിത്യത വരെ എത്തിയെന്നർത്ഥം. ക്ലിയർ അല്ലേ? പിതാവെന്ന് പറഞ്ഞ പണിയാണ് ബൈബിളിൽ. എന്താണ്? എത്തേണ്ട സ്ഥലത്ത് യാത്ര എത്തിയെന്നർത്ഥം. യേശു എത്തിയ സ്ഥലത്ത് നമ്മൾ എത്തുകയാണ്. യേശു എത്തിയ സ്ഥലത്ത് എവിടെയാണ്? പിതാവിൻ്റെ അടുത്താണ് അല്ലേ? അവിടെ എന്നെ സ്നേഹിക്കുന്നവനെ എൻ്റെ പിതാവ് മാനിക്കുമെന്ന് പറഞ്ഞാൽ പിതാവ് അവിടെ വന്ന് അവിടെ കക്ഷിയായി. അപ്പോൾ നമ്മളിവിടെ എത്തിയിരിക്കുന്നത്, എന്നെ അനുഗമിക്കുന്നവൻ എന്നെ സേവിക്കുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. ആരാണ് അനുഗമിക്കേണ്ടത്? എന്നെ അനുഗമിക്കണവൻ സ്വന്തം കുരിശെടുക്കട്ടെ. കണ്ട, ഈ കുരിശ് നിത്യതയുമായിട്ടാണ്. കുരിശൊരു പാലമാണ്. ഭൂമിയിൽ നിന്ന് നിത്യതയിലേക്ക് നീട്ടി വെച്ചിരിക്കുന്ന പാലമാണ് കുരിശ്. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഇതാണ് നമുക്ക് ലഭിക്കാനിരിക്കുന്ന മഹത്വം എന്ന് പറയണത്. ലഭിക്കാനിരിക്കുന്ന മഹത്വത്തെക്കുറിച്ചാണ് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കുരിശ് നിസ്സാരമാണ്. അതാണ് ദൈവം സൃഷ്ടിച്ചത് എല്ലാം നല്ലതാണെന്ന് പറയണത്. എന്താ കാര്യം? കുരിശായിട്ടാണ് ഫീൽ ചെയ്യണമെങ്കിലും ഇത് നമ്മളെ എത്തിക്കണം എവിടെയാണ്? പിതാവിൻ്റെ അടുത്തേക്ക് എത്തിക്കുകയാണ്. മനസ്സിലായില്ലേ? അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഈശോ ഈ വിഷയം ചെയ്യുമ്പോൾ ഈശോ കോംപ്രമൈസ് ഇല്ലാത്തത്. എന്താണ്? അതായത് എന്നെക്കാളുപരി നിത്യത വരെയാണ് ഈ യാത്ര പോണത്. നമ്മൾ പിതാവിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അത് നിങ്ങൾക്കൊരു കാര്യമാക്കാത്തത് കൊണ്ടാണ് നിങ്ങളെ എന്നേക്കാളുപരി നിങ്ങളെ മറ്റുള്ളവരെയൊക്കെ സ്നേഹിക്കുന്നതിൻ്റെ കാരണം. അപ്പം നിത്യത നിങ്ങൾ അംഗീകരിക്കണില്ലെന്നാണ് ഈ പറയണത്. അത് ഐ ഡോണ്ട് വാണ്ട് എന്ന് പറയും. അതെടുത്ത് എന്നേക്കാളുപരിയായിട്ട് എടുത്ത് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. യേശുവേ നന്ദി. മഹത്വം 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 മഹത്വം. ആബാ ആബാ പിതാവേ, അങ്ങ് മാത്രമേ ഞങ്ങൾക്കു ദൈവം. അങ്ങേ അൾത്താരത്തിൽ ഞങ്ങളർപ്പണം
ചെയ്യുന്നു സർവം. ആബാ ആബാ പിതാവേ, അങ്ങ് മാത്രമേ ഞങ്ങൾക്ക് ദൈവം. അങ്ങേ അൾത്താരത്തിൽ ഞങ്ങൾ അർപ്പണം ചെയ്യുന്നു സർവം. മത്തായി 10:37. മത്തായി 10:37. എന്നേക്കാൾ അധികം എന്നേക്കാൾ അധികം പിതാവിനെയോ മാതാവിനെയോ സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല. എന്നേക്കാൾ അധികം പുത്രനെയോ പുത്രിയെയോ സ്നേഹിക്കുന്നവനും എനിക്ക് യോഗ്യനല്ല. അതെന്ത്? ഞാൻ ഇരിക്കുന്നിടത്ത് എൻ്റെ സേവകനും ഉണ്ടായിരിക്കും. എൻ്റെ സേവകനെ, എന്നെ ശുശ്രൂഷിക്കുന്നവനെ പിതാവ് മാനിക്കുമെന്ന് പറഞ്ഞില്ലേ? അപ്പം ഞാൻ ഇരിക്കുന്നിടം എന്ന് പറയണത് ഈ നിത്യതയാണ്. നിത്യതയേക്കാൾ ഉപരി കാലികമായ വിഷയങ്ങൾക്ക് പ്രാധാന്യം കൊടുത്താൽ ഐ ഡോണ്ട് വാണ്ട് യു ടു ബി എ ക്രിസ്ത്യൻ.